ഈ ഒരു വഴുതന കൊണ്ട് നമ്മളൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കുകയാണ്. ഉണ്ടാക്കാൻ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല, മാത്രമല്ല നല്ല ടേസ്റ്റാണ്. ഇത് കുറച്ച് നീളത്തിലുള്ള വഴുതനങ്ങ. ഇതിനൊരു പേരുണ്ട്, പക്ഷേ എനിക്കത്ര ഓർമ്മ കിട്ടില്ല. അറിയണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അധികം കനമില്ലാതെ ഇത് വട്ടത്തിലൊന്ന് അരിഞ്ഞെടുക്കുക. കായ വറുത്തതിൻ്റെ അത്ര നൈസാക്കണ്ട, കുറച്ചും കൂടി കട്ടിക്കൂട്ടാം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കശ്മീരി മുളക് പൊടി, കുറച്ച് കായത്തിൻ്റെ പൊടി, അതില്ലെങ്കിൽ നമുക്ക് കുറച്ച് സാമ്പാർ പൊടി ഇട്ടാലും മതി, കൂടാതെ കുറച്ച് ഉപ്പ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തൊന്ന് മാറ്റി വയ്ക്കുക. ഇനി മുക്കി പൊരിക്കാനുള്ള ബാറ്റർ തയ്യാറാക്കാം. ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കടലപ്പൊടി, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, 1 ടീസ്പൂൺ മുളക് പൊടി, ഇത് കശ്മീരി മുളക് പൊടിയാണ്, അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി, ഇല്ലെങ്കിൽ 1 ടീസ്പൂൺ സാമ്പാർ പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ ബാറ്റർ ഒന്ന് റെഡിയാക്കി വെക്കുക. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ വഴുതന നമ്മുടെ ബാറ്ററിൽ മുക്കിയിട്ട് പാനിലേക്ക് ഇട്ടതിന് ശേഷം 2 ഭാഗവും മൊരിച്ചെടുക്കുക. ഇത് വേണമെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്യാം, പക്ഷേ ഞാനിവിടെ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. നമുക്ക് ഫുൾ വെളിച്ചെണ്ണ മുഴുവൻ ഒഴിച്ചതിന് ശേഷം ഒന്ന് അതിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷേ തൽക്കാലം ഞാൻ എണ്ണ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോൺ സ്റ്റിക്ക് പാനിലാണ് ചെയ്യുന്നത്. ഇതിനു വേണ്ടി വഴുതന സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ കഴിയുന്നതും അധികം മൂക്കാത്ത വഴുതന എടുക്കുന്നതാണ് നല്ലത്. സ്നാക്സായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ടൊമാറ്റോ സോസിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, ഇല്ലെങ്കിൽ ചോറിനോടൊപ്പം സൈഡ് ഡിഷായിട്ടും യൂസ് ചെയ്യാം. അടുത്ത വെറൈറ്റി വിഭവമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം.